നമുക്കിനിയിപ്പോൾ പോകേണ്ടത് കാസർഗോട്ട് കെ വി ബൈജുവിലേക്കാണ്. ബൈജു, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബി ജെ പിക്ക് മൂന്നാമത് NDA എന്ന മൂന്നാം ശക്തിക്ക് എന്താണ് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ 2 മണ്ഡലങ്ങളെങ്കിലും അവിടെ ഉണ്ട്, കാസർഗോഡും ഒപ്പം മഞ്ചേശ്വരവും. അവിടെ നല്ല പോരാട്ടം നടന്നിട്ടുണ്ട്, സംശയമില്ല. മഞ്ചേശ്വരത്തെങ്കിലും വിജയിക്കും എന്നവർ കരുതുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളുടെ അനുഭവം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല. കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ അത് മറികടക്കാം എന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? അതോ UDFന്റെ ഒരു അപ്രമാദിത്യം ഇത്തവണയും കാസർഗോഡ് ജില്ലയിൽ ഈ മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുമോ? LDFന്റെ കോട്ടകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറച്ച കോട്ടകളുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഇളക്കത്തിന് സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കുന്നത് നമ്മൾ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അവസാന ദിവസത്തെ കണക്കുകൂട്ടലുകളിൽ ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്നുള്ള ചില കണക്കുകളിലേക്കൊക്കെ മുന്നിൽ എത്തിക്കാണുമല്ലോ. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെ രഞ്ജിത്ത്, ഇനി മണിക്കൂറുകൾ മാത്രമേ വോട്ടെണ്ണാനുള്ളൂ. നെഞ്ചിടിപ്പോടെയാണ് ഓരോ മുന്നണികളെന്ന് പറയേണ്ടി വരും. രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനം. അതിൽ 2 മണ്ഡലം, കാസർഗോഡും മഞ്ചേശ്വരവും, ആകാംക്ഷയോടെ കൗതുകത്തോടെ നോക്കുന്ന 2 മണ്ഡലങ്ങളുള്ളത് ഇത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ാം സ്ഥാനത്താണ് കാലങ്ങളായി BJP ഇവിടെ ഉള്ളത്. ഇത്തവണ വിജയിക്കാൻ കഴിയും. അത് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന് കഴിഞ്ഞ 20 വർഷമായി കാസർഗോഡ് ജില്ലയിലെ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയാണ്. ഇതുവരെ വിജയിക്കാൻ സാധിച്ചില്ല. 89 വോട്ടിനും 745 വോട്ടിനും ഒക്കെ പരാജയപ്പെടുന്ന സാഹചര്യം. ഇത്തവണ ആ പഴുതുകളെല്ലാം അടച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അതായത് ഈ 2 മണ്ഡലങ്ങളിലും പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDFൽ മുസ്ലിം ലീഗാണല്ലോ രണ്ടും, മഞ്ചേശ്വരവും കാസർഗോഡ്, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണത്. ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ UDF ഭരണത്തിൽ വരുന്ന സാധ്യതയുണ്ടായാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷീണമായിരിക്കും ഈ 2 മണ്ഡലവും. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും തങ്ങളുടെ വോട്ടുറപ്പിക്കാനും ഒക്കെ മുസ്ലിം ലീഗ് ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിനുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള മണ്ഡലങ്ങളാണ് ഈ കാസർഗോഡും മഞ്ചേശ്വരവും. അതായത് 7000-ഓളം പ്രവാസി വോട്ടർമാർ ഈ 2 മണ്ഡലങ്ങളിലുമുണ്ട്. ഇത്തവണ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും വിമാനക്കൂലിയൊക്കെ വലിയ തോതിൽ കൂടിയതും വിമാനം റദ്ദ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ വിദേശത്ത് നിന്നും വോട്ട് ചെയ്യാൻ ആളുകൾ എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും അവർക്ക് ആശ്വാസമുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം നിരവധി SIR വന്നതോടുകൂടി നിരവധി വോട്ടുകൾ തള്ളുന്ന സാഹചര്യം, അതായത് 15,000-ഓളം വോട്ടുകളൊക്കെ ഈ 2 മണ്ഡലങ്ങളിൽ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ ഒരു പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിനുള്ളത്. ഏതായാലും ഈ NDA മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. മലബാറിൽ 2 സീറ്റാണ് മിക്ക സർവേകളും പ്രവചിച്ചിട്ടുള്ളത്. അത് ഒന്ന് പാലക്കാട്ടും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തുമാണ്. ആ ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം കാസർഗോഡ് വളരെ ശക്തമായ മത്സരമാണ്. ഇത്തവണ ത്രികോണ മത്സരമാണ് നടന്നതെന്ന് പറയേണ്ടി വരും. കാരണം LDF സ്ഥാനാർത്ഥി കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ ഇറക്കിയതോടുകൂടി തന്നെ അത് ആർക്ക് ഗുണം ചെയ്യും? LDF കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ അത് സ്വാഭാവികമായും NDAക്ക് ഗുണം ചെയ്ത സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ NDA ക്യാമ്പ് വലിയ പ്രതീക്ഷയാണ്. ഏതായാലും വലിയ കാടിളക്കിയുള്ള പ്രചാരണമൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. വളരെ സൈലന്റ് ആയിരുന്നു ഈ 2 മണ്ഡലങ്ങളിലും. വലിയ നേതാക്കളൊന്നും പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകളെയൊന്നും വിജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുവന്നിട്ടുള്ളതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ 2 മണ്ഡലങ്ങളുടെ ഫലം അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയേണ്ടി വരും. മറ്റ് മണ്ഡലങ്ങളിലേക്ക് വന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അത് തൃക്കരിപ്പൂർ ആയാലും കാഞ്ഞങ്ങാടായാലും ഉദുമയായാലും ഈ 3 മണ്ഡലങ്ങൾ കാലങ്ങളായി LDFന്റെ കയ്യിലുള്ളതാണ്. അതിൽ കാഞ്ഞങ്ങാട് ഒരുപക്ഷെ സുരക്ഷിതമാണെന്നൊക്കെ പറയുമ്പോഴും തൃക്കരിപ്പൂറും ഉദുമയും വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഒപ്പം UDF ക്യാമ്പ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പ്രത്യേകിച്ച് ഉദുമ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പോലും അവരുടെ കണക്കുകൾ അങ്ങനെയാണ് അവർ നിർത്തുന്നത്. അവിടെ LDF കുറച്ച് പുറകിൽ പോകുമെന്ന് LDFന്റെ കണക്കുകൾ തന്നെ വ്യക്തമാകുന്നത്. ഏതായാലും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഉദുമയെ ജയിക്കാനാകുമെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. പക്ഷേ UDF ക്യാമ്പ് ആകട്ടെ ഇത്തവണ ഉദുമ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള വാശിയേറിയ മത്സരം നടന്ന മണ്ഡലങ്ങളാണ് 5 മണ്ഡലങ്ങളും കാസർഗോഡ് ജില്ലയിലേത്. അതിൽ 2 മണ്ഡലം മഞ്ചേശ്വരവും കാസർഗോഡും തന്നെയാണ്. തീർച്ചയായും അതാണ് കാസർഗോട്ടെ ഒരു ചിത്രം. ആകെ ചിത്രം അതാണ്. നമ്മൾ കഴിഞ്ഞ 25 ദിവസമായി എന്താണ് പ്രതീക്ഷ, ആരുടെ നെഞ്ചിരിപ്പ് കൂടുന്നു എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ബൈജുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ബൈജു ഈ അവസാന സമയത്ത്
ഒരു യാഥാർത്ഥ്യ ബോധത്തിലുള്ള കണക്കിലേക്കൊക്കെ ആളുകൾ വരുമല്ലോ. ആ ഒരു വിലയിരുത്തലിലേക്ക് കൂടി നമുക്ക് വരണം. ഇവർ ബൈജു പറഞ്ഞ പോലെ SIRൻ്റെ കാര്യമുണ്ട്, പ്രവാസി വോട്ടുകളുടെ ആശങ്ക അവിടെ ഈ മുസ്ലിം ലീഗിനുണ്ട്, BJPക്ക് പ്രതീക്ഷകളുണ്ട്. അതൊക്കെയാണ് ബൈജു വളരെ കൃത്യമായി പങ്കുവച്ചത്. കാരണം ഈ ചോദ്യം ചോദിച്ച് പ്രേക്ഷകരെ കൂടി നമ്മൾ ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറണ്ട. കാരണം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും ഫലം വരാൻ. അതനുസരിച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ ചർച്ചകളിലൊന്നും ഒരു പ്രസക്തിയും ഇല്ലതാനും, അത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാര്യങ്ങൾ അവരെ കുറച്ചുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടർമാരോട് സംസാരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.